ഇവിടേക്ക് വരാനും ഈ സ്ഥലം കാണാൻ കഴിഞ്ഞതുമൊക്കെ വലിയൊരു സന്തോഷമായിട്ട് തോന്നുകയാണ്. പ്രത്യേകിച്ച് മൂന്നാറിലെ വലിയ തിരക്ക് പിടിച്ച ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വളരെ ശാന്ത സുന്ദരമായൊരു സ്ഥലം, അവിടെ നമുക്ക് ഒട്ടൊരു ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി കാത്തു സൂക്ഷിക്കുന്നൊരു സ്ഥലം. ടൂറിസം സ്പോട്ടിൽ ഇവിടെ മിഷൻ്റെ സാധ്യതകളെ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ഇത് മാർത്തോമാ സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൽപ്പെടുന്ന സ്ഥാപനങ്ങളാണിത്. നമുക്ക് ഈ കോമ്പൗണ്ടിൽ സെൻറ് തോമസ് മാർത്തോമാ ചർച്ച് മൂന്നാറുണ്ട്. പള്ളിയുടെ റെസ്റ്റ് ഹൗസാണ്. റെസ്റ്റ് ഹൗസ് എന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ ക്യാമ്പ് സെൻ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് 6 റൂമും 4 ഡോർമെട്രികളുമാണ് നമുക്കുള്ളത്. അതോടൊപ്പം ഉള്ള അടുത്തൊരു സെൻറ്റർ എന്ന് പറയുന്നത് കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന് ചുമതല പ്രവർത്തിക്കുന്ന മാർത്തോമാ റിട്രീറ്റ് ഹോം എന്നതാണുള്ളത്. ഇതോടൊപ്പം തന്നെ സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ മിഷൻ ഫീൽഡ്, മാർത്തോമാ സുവിശേഷ പ്രസംഗത്തിൻ്റെ മിഷൻ ഫീൽഡുകളൊക്കെയാണ് നമുക്ക് ഈ മൂന്നാർ പ്രദേശത്തുള്ളത്. നമ്മുടെ പള്ളി 1953 ഇവിടെ സ്ഥാപിതമാകുന്നത്. അതിനു മുമ്പ് 1946 നമ്മുടെ CSI ക്രൈസ്റ്റ് ചർച്ചിലാണ് ഇതിൻ്റെ മാർത്തോമാ അസോസിയേഷനായിട്ട് രൂപീകരിക്കുകയും പിന്നീട് 53 ഇവിടെ ഇങ്ങനെ ഒരു പള്ളി പണിയുകയും ചെയ്തു. വളരെ പുരാതനമായിട്ടൊരു പള്ളിയാണ്. ഇപ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മാർത്തോമാ വിശ്വാസ സമൂഹം വന്നിട്ട് 80 വർഷം, ഈ വർഷം അതിൻ്റെ ഒരു ജൂബിലി ഇയർ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നു. പള്ളിയുടെ റെനോവേഷൻ വർക്ക് നടന്നു വരുന്നു. ഈ വർഷം ഞങ്ങൾ പള്ളിയുടെ 80th ഇയർ ആ രീതിയിൽ അടയാളപ്പെടുത്തുകയാണ്. പിന്നെ 1946 മുതൽ 2026 കാലഘട്ടത്തെ ദൈവം നടത്തിയ വഴികളെ ഓർക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയോട് ചേർന്നുള്ള ഈ റെസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ക്യാമ്പ് സെൻറ്റർ, പള്ളി വളരെയധികം ദൂരെയുള്ള ആളുകളാണ് ഈ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഈ തേയിലത്തോട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ചിരുന്ന സ്റ്റാഫ് അംഗങ്ങൾ, മാനേജേഴ്സ്, ജനറൽ മാനേജേഴ്സ്, ഇവിടെ തോട്ടം തൊഴിലാളികളൊക്കെ ഈ പള്ളിയിലെ മെമ്പേഴ്സായിരുന്നു. അപ്പോൾ അവർക്ക് ദൂരയാത്ര അസാധ്യമായി വരുമ്പോൾ നേരത്തെ പള്ളികൾ വരുവാനും ഇവിടെ താമസിക്കാനുള്ള സൗകര്യമായിരുന്നു ഇവിടെ ആരംഭിച്ചത്. പിന്നീട് അതൊരു ക്യാമ്പ് സെൻ്ററായിട്ട് വളരുകയാണ് ചെയ്തത്. നമ്മുടെ സുവിശേഷനായ സ്റ്റാൻലി ജോൺസ് ആണ് 1968 ഇപ്രകാരം ഒരു ക്യാമ്പ് സെൻറ്റർ ഇവിടെ തുടങ്ങുവാൻ കാരണമായി തീർന്നത്. അത് ആരംഭിച്ച് അതിൻ്റെ ചൈത്രയാത്ര വളരെയധികം ഭംഗിയായിട്ട് തുടരുന്നു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു സ്പിരിച്വൽ മൈൻഡോടുകൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു കേന്ദ്രം സാധ്യമായി തീരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർത്തോമാ റിട്രീറ്റ് ഹോം, അവിടെ നമുക്ക് ഏകദേശം 32 ഡീലക്സ് മുറിയും 5 പ്രീമിയം ഡീലക്സ് 2 സ്യൂട്ടുമാണുള്ളത്. ബഡ്ജറ്റഡായിട്ടുള്ളൊരു സ്റ്റേ ആണ്. മറ്റുള്ള സെൻറ്റേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് ഒരു സ്പിരിച്വൽ സെൻറ്റർ കൂടെയാണ്. അതോടൊപ്പം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ടൂറിസം എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ പ്രവർത്തനമൊക്കെ ക്രമീകരിക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയം കൊച്ചിയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കാണ് ഇതിൻ്റെ വരുമാനമൊക്കെ കൂടുതലായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ കാലങ്ങളിലൊക്കെ അതിൻ്റെ റെനോവേഷൻ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നവർക്ക് ക്വാളിറ്റി പരമായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ കൂടെ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം ഈ 2 സെൻറ്ററിലൂടെ നമുക്ക് 35 സ്റ്റാഫുകളോട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും വളരെ ക്യാമ്പുകൾ ക്രമീകരിക്കുകയും അച്ഛന്മാരുടെ ക്ലർജി കോൺഫറൻസ് ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ടൂർ പ്രോഗ്രാമുകളൊക്കെ ഈ സെൻറ്ററിൽ ക്രമീകരിക്കുന്നുണ്ട്. വരുന്നവർക്കൊക്കെ വളരെ സന്തോഷവും ആനന്ദകരമായിട്ടുള്ള രീതിയിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം നമുക്ക് വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ടാറ്റ ടീയിൽ നിന്ന് നമുക്ക് 75 വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ചത്. അത് വളരെ മനോഹരമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വളരെയധികം നല്ല പുഷ്പങ്ങൾ, മൂന്നാറിൽ വളരുന്ന പുഷ്പങ്ങളുടെ ഒരു ശേഖരം തന്നെ നമ്മുടെ ഈ കോമ്പൗണ്ടിലുണ്ട്. പള്ളി വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതോടൊപ്പം പള്ളിയുടെ പഴയ സ്റ്റെപ്പ് അവിടെ നോക്കുമ്പോൾ വളരെ പുൽമൈതാനത്തോടുകൂടെ പുൽത്തകിടികൾ നിറഞ്ഞ ഒരു സ്റ്റെപ്പാണ് ഉള്ളത്. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പ്രകൃതി മനോഹാരിത ആസ്വദിക്കാനും ഈ കോളനി വ്യൂ, ഇത് MG കോളനിയാണ് എൻ്റെ വലതുവശത്തായിട്ട് കാണുന്നത്. നല്ലൊരു വ്യൂ നമുക്ക് രാത്രിയിൽ ഇത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വ്യൂ ആണ്. എന്തുകൊണ്ടും മനസ്സിന് ഉത്തേജനം നൽകുന്ന, മനസ്സിന് ശാന്തത നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. എല്ലാവരെയും ഇവിടെ വരികയും ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെന്ന് അറിയിക്കുകയും ചെയ്യും. ജീവനോപാധിയായിട്ട് മാറുന്ന ഒരു സ്ഥാപനമാണിത്. അതോടൊപ്പം തന്നെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്നതിൽ കൂടെ പരോക്ഷമായിട്ട് നമ്മൾ ആ മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുകയാണ്. സുവിശേഷത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കാൻ നമുക്കൊരു അനുഗ്രഹം ദൈവം തരുന്ന ഒരവസരമാണ്.
അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇവിടെ ഒരു മലയിൽ ഉയർത്തപ്പെട്ട ഒരു പ്രകാശമായിട്ട് ഈ പ്രദേശം മാറുന്നു എന്നുള്ളതാണ്. പലപ്പോഴൊരു വ്യവസായ തലത്തിലോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ്റെ തലത്തിലോ ഒന്നുമല്ല കരുതപ്പെടുന്നത്, മറിച്ച് ഒരു ആത്മീയ സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു വലിയ സംവിധാനം ദൈവം തമ്പുരാനെ ഒരുക്കി തന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. അടുത്തായിട്ട് വെച്ചാൽ ഈ ഗ്രൂപ്പായിട്ട് വരുമ്പോഴൊക്കെ ഉള്ള സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഡോർമെറ്ററിയുടെ അതിൻ്റെ ഫെസിലിറ്റീസ്, എത്ര പേരെ ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് സംസാരിക്കാം. അച്ഛാ, നമുക്ക് മാർത്തോമ ക്യാമ്പ് സെൻറ്ററിൽ 75 പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യമാണ് നമുക്കുള്ളത്. നമുക്ക് 6 റൂം, 3 ബെഡിൻ്റെ 6 റൂമും 2 ബെഡിൻ്റെ 1 റൂമുമാണ് ഉള്ളത്. അങ്ങനെ റൂമിൽ 20 പേർക്കും ബാക്കി 10 ബെഡിൻ്റെയും 11 ബെഡിൻ്റെയും 12 ബെഡിൻ്റെയും 21 ബെഡിൻ്റെയും ഡോർമെറ്ററികൾ, നമുക്ക് 4 ഡോർമെറ്ററികളുണ്ട്. അത് സെപ്പറേറ്റ് ബാത്റൂംസ് ഒക്കെ ഉള്ള ഡോർമെറ്ററികളാണ്. അങ്ങനെ ഏകദേശം 75 പേർക്ക് ഈ കോമ്പൗണ്ടിൽ ഒരുമിച്ച് വന്ന് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അത് കൂടുതലായിട്ടും സഭകളുടെയൊക്കെ യൂത്തിൻ്റെ പ്രോഗ്രാം, സൺഡേ സ്കൂളിൻ്റെ പ്രോഗ്രാം, കൊയറിൻ്റെ പ്രോഗ്രാമുകളൊക്കെയാണ് കൂടുതൽ നടക്കുന്നത്. അതോടൊപ്പം എക്യുമെനിക്കലായിട്ടുള്ള മാർത്തോമ സഭയുടെ മാത്രമല്ല എല്ലാ സഭകളുടെയും മറ്റ് ഗവൺമെൻറ്റിൻ്റെ സംഘടനകളുടെയും ഒക്കെ പ്രോഗ്രാമുകൾ ഇവിടെ നടത്താറുണ്ട്. അതോടൊപ്പം മാർത്തോമ റിട്രീറ്റ് ഹോമിൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നമുക്കൊരു 120 പേർക്കോളം താമസിക്കാം. അതും ഗ്രൂപ്പായിട്ട് പല രീതിയിൽ ഓരോ സെപ്പറേറ്റ് റൂംസാണ്. നമുക്ക് 32 ഡീലക്സ്, 5 പ്രീമിയം ഡീലക്സ്, 2 സ്യൂട്ട് എന്ന നിലയിൽ പല കാറ്റഗറികളുള്ളവർക്ക് അവരുടെ പണത്തിനനുസരിച്ച് നമുക്ക് അത് ലഭ്യമാകുന്ന രീതിയിൽ അത് കൊടുക്കാറുണ്ട്. ഈ കോമ്പൗണ്ട് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 200 പേർക്കോളം നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ക്യാമ്പ് സെൻറ്ററിൽ നമുക്ക് ഒരു ഡൈനിങ് ഹോളുണ്ട്. അവിടെ ഫുഡ് നമ്മൾ ലീസിന് കൊടുത്തേക്കുകയാണ്. ഒരു ഫാമിലിയാണ്, നമ്മുടെ പള്ളിയുടെ മെമ്പേഴ്സായിട്ടൊരു ഫാമിലിയാണ് അത് ഫുഡ് അറേഞ്ച് ചെയ്യുന്നത്. അത് നമ്മൾ സെപ്പറേറ്റ് തന്നെ അവരെ വിളിച്ച് നമ്മുടെ ഫുഡിൻ്റെ മെനു കാര്യങ്ങൾ പറയുകയും അവർ ആ റേറ്റ് പറയുകയും നമ്മുടെ സൗകര്യം അനുസരിച്ച് അതൊക്കെ ക്രമീകരിക്കാം. മാർത്തോമ റിട്രീറ്റ് ഹോമിൽ നമുക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മുടെ തനതായിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ പാചകം ചെയ്യുന്ന രീതിയിലുള്ള അതേ രുചിയിലാണ് അവിടെ ക്രമീകരിക്കുന്നത്. നല്ലൊരു ഡൈനിങ് ഹോൾ, അത്യാധുനികമായിട്ടുള്ള രീതിയിലുള്ള നമുക്കുള്ള ഒരു റെസ്റ്റോറൻറ്റും കിച്ചണും ആണിപ്പോൾ അവിടെ ഉള്ളത്. അത് ഈ വർഷം നമുക്ക് അത് റെനോവേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ അത് മെയ് മാസമൊക്കെ ആകുമ്പോൾ ഇതൊരു റണ്ണിങ് റെസ്റ്റോറൻ്റായിട്ട് കൂടെ വെളിയിലുള്ളവരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുകയും ഇവിടെ താമസിക്കുന്നവരൊക്കെ കഴിക്കുകയും വളരെ നല്ല അഭിപ്രായമൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ എ ഹോം എവേ ഫ്രം ഹോം എന്നുള്ള തരത്തിലാണ് ഇതിൻ്റെ ഒരു ആപ്തവാക്യമൊക്കെ നിലനിൽക്കുന്നത്. ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷം നൽകുവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ വരുന്ന വർഷങ്ങളിലൊക്കെ അത് വളരെ ഒന്നുകൂടെ റൂംസൊക്കെ നന്നായി റെനോവേറ്റ് ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടെ വരുന്നവർ മടങ്ങിപ്പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് മിഷൻ പ്രവർത്തനങ്ങളുടെ ഇതിൻ്റെ വരുമാനം മിഷൻ പ്രവർത്തനങ്ങൾ കൂടെയാണ്. വട്ടവട മാർത്തോമ മിഷനുണ്ട്. അത് അവിടെ നമുക്ക് ലൈറ്റ് ടു ലൈഫിൻ്റെ പ്രോജക്റ്റ്, ഡയസിസിൻ്റെ പ്രോജക്റ്റ്, കുഞ്ഞുങ്ങളുടെ ഇടയിൽ 300 കുഞ്ഞുങ്ങളുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ 4 മണിയാകുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ വരികയും അവർക്ക് സ്പെഷ്യൽ ട്യൂഷനുകൾ നൽകുകയും അപ്പോൾ അതോടൊപ്പം അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് അവിടെ സംഘടിപ്പിക്കുകയും ഏകദേശം 15 സ്റ്റാഫുകളോളം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു പള്ളിയുണ്ട്. അവിടെ 10 ഫാമിലി അവിടെ ആരാധനയ്ക്കായിട്ട് വരുന്നു. മറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ വട്ടവടയിൽ നടത്തപ്പെടുന്നു. അതോടൊപ്പം പൂപ്പാറയിൽ മൂന്നാർ മാർത്തോമ മിഷൻ ചുണ്ടൽ എന്ന നിലയിൽ തോട്ടം തൊഴിലാളികൾക്കിടയിലുള്ള മിഷൻ പ്രവർത്തനം, അവരുടെ കുഞ്ഞുങ്ങൾക്കുള്ള വിദ്യാഭ്യാസം, ടൈലറിംഗ് സ്കൂള്, പിന്നെ അതോടൊപ്പം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നു. ഇപ്പോൾ കോട്ടയം കൊച്ചി ഡയസിസിൻ്റെ പുതിയൊരു മിഷൻ വേറെ സ്ഥലമാണ് രാജകുമാരി. അവിടെ ഇപ്പോൾ 5 ഫാമിലി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവിടെയുള്ള ആളുകൾ, സഭാവിശ്വാസത്തിലുള്ളവർ, മറ്റുള്ളവരൊക്കെ ആ ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് പങ്കെടുക്കുന്നു. മൊത്തത്തിൽ ഒരു ആത്മീയ അന്തരീക്ഷം നൽകുന്ന രീതിയിൽ ഇതിൻ്റെ വരുമാനം കൂടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു വന്യമൃഗങ്ങളൊക്കെ ഒരുപാട് ആക്രമണങ്ങളും ഒക്കെ അഴിച്ചുവിടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആളുകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലില്ലേ? അങ്ങനെയാണെങ്കിൽ മിഷൻ്റെ ഒരു സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? പക്ഷേ വന്യമൃഗങ്ങൾ അന്നും പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്നാൽ അതിപ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വന്യമൃഗം പടയപ്പ എന്ന് പറയുന്ന ആന എൻ്റെ മുൻപിൽ നേരെ വരികയും എൻ്റെ വണ്ടിയുടെ പിറകെ എൻ്റെ ഇടയ്ക്കൂടെ പോയ അനുഭവങ്ങളൊക്കെ എനിക്ക് നേരിട്ടുണ്ടായിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതിലേക്കൂടെ മ്ലാവും കാര്യങ്ങളൊക്കെ വരുന്ന ഇതുണ്ട്. എന്നാൽ അതിൻ്റെ ശല്യം ഉണ്ടായപ്പോൾ ഇവിടെയുള്ള ആളുകൾ കുറേയൊക്കെ അഡ്ജസ്റ്റഡ് ആണ്. എന്നാൽ അതൊരു യാഥാർത്ഥ്യം കൂടെയാണ്. ആനയും മ്ലാവും അതുപോലുള്ള വന്യമൃഗങ്ങളൊക്കെ ഇവിടെ സ്ഥിരം വരുന്നുണ്ട്. പക്ഷേ
ഇതുവരെ മറ്റൊരു നെഗറ്റീവായിട്ടുള്ള രീതി ഇതുവരെ ബാധിച്ചിട്ടില്ല. എന്നാൽ അതൊരു യാഥാർത്ഥ്യം കൂടെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു വേറൊരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ അടുക്കലായിട്ട് ഒത്തിരി സ്ഥലങ്ങൾ, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുടെ ഇടയ്ക്കാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത്. അതെ. ഒന്ന് ബോട്ടാണിക്കൽ ഗാർഡൻ, ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ദൂരമാണ്? ഇതൊരു ഈ മൂന്നാർ സെൻറ്റർ, മാർത്തോമ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റുകളുടെ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഒരു സെൻറ്ററായിട്ടുള്ള ഒരു പ്ലേസാണ്. നമുക്ക് ഏകദേശം 4 റൂട്ടിൽ പോയാൽ നമുക്ക് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയും. എൻ്റെ ഇടത്തോടുള്ള ഭാഗം മാട്ടുപ്പെട്ടി റോഡെന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് വട്ടവട വരെ പോകാനും പറ്റും. വട്ടവട ഒരു കാർഷിക ഗ്രാമമാണ്. അവിടെയുള്ള കൃഷി വിളകളെയൊക്കെ പരിചയപ്പെടുവാനും വ്യൂ പോയിൻറ്റുകളൊക്കെ സന്ദർശിക്കുവാനും ഒക്കെ ഉള്ള സാധ്യത അവിടെ ഉണ്ട്. അവിടെ സന്ദർശിക്കണമെങ്കിൽ ജീപ്പ് എടുത്ത് ഓഫ് റോഡ് പോകേണ്ട അനുഭവമുണ്ട്. എന്നാൽ അത് വലിയ പ്രയാസമില്ലാതെ എല്ലാ ഏജ് ഗ്രൂപ്പിനും മിക്കവാറും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ സീസണൊക്കെ ആവാൻ പോവുകയാണ്. ഇപ്പോൾ അവിടെ വെളുത്തുള്ളിയൊക്കെ നടുന്ന സീസണാണ്. ഓണം സമയമൊക്കെ ആകുമ്പോഴത്തേന് വെളുത്തുള്ളിയൊക്കെ അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം. അവിടെ ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. അതുപോലെ തട്ടുകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണ് ഈ റൂട്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ മാട്ടുപ്പെട്ടി റോഡെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ടുള്ള സ്ഥലങ്ങളുള്ളതാണ് ഈ പറഞ്ഞ മാട്ടുപ്പെട്ടി റോഡെന്ന് പറഞ്ഞാൽ. ഈ റോഡ് പോകാൻ ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു 150 മീറ്റർ പോയി കഴിഞ്ഞാൽ റോസ് ഗാർഡൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അതുപോലെ കർമ്മലഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. ആന സവാരിക്കുള്ള കേന്ദ്രമുണ്ട്. മാട്ടുപ്പെട്ടി ഫാക്ടറി വിസിറ്റ് ചെയ്യാം. മാട്ടുപ്പെട്ടി ഡാം വിസിറ്റ് ചെയ്യാം. അവിടെ സൺ മൂൺ വാലി എന്ന് പറയുന്ന അവിടെയുള്ള ബോട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എക്കോ പോയിൻ്റ്. അത് കഴിഞ്ഞിട്ടാണ് കുണ്ടള ഡാം. അത് കഴിഞ്ഞ് നമ്മൾ വനത്തിൻ്റെ അകത്തൂടെ നമ്മൾ വട്ടവടയ്ക്ക് പോയി അന്ന് അവിടെയൊക്കെ സന്ദർശിക്കാൻ പറ്റും. വട്ടവടയിൽ സ്റ്റേ ചെയ്യാനുള്ള ഒത്തിരി റിസോർട്ടുകളും കാര്യങ്ങളുമൊക്കെ പലർക്കായിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ മാർത്തോമ മിഷൻ വട്ടവട കുഞ്ഞുങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ശുശ്രൂഷ. എന്നാൽ ഇതിനോടൊപ്പം ദേവികുളം പോകുന്ന വഴിയിലേക്ക് പൂപ്പാറ വഴി നമുക്ക് കട്ടപ്പന വഴി പോകുന്ന വഴിയാണ്. ഇവിടെ നമുക്ക് ആ റൂട്ടിൽ നമുക്കുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡൻ, ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അതോടൊപ്പം ഗ്യാപ്പ് റോഡ് വ്യൂ പോയിൻ്റ് ഉണ്ട്. ആനയിറങ്കൽ ഡാമുണ്ട്. അതേപോലെ പല വെള്ളച്ചാട്ടമുണ്ട്. കോതമേട് വ്യൂ പോയിൻ്റൊക്കെ ആ റൂട്ടാണുള്ളത്. പിന്നീടുള്ളത് മറയൂർ റൂട്ടാണ്. മറയൂർ കാന്തല്ലൂർ റൂട്ട്. മറയൂർ കാന്തല്ലൂർ റൂട്ടിലാണ് നമുക്ക് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കുള്ളത്. പിന്നെ ഒരു വാട്ടർഫോള് അവിടെ ഉണ്ട്. അതോടൊപ്പം പിന്നെ മറയൂർ പോവുകയും അവിടെ ചന്ദന ഫാക്ടറികൾ, ശർക്കര ഫാക്ടറികളൊക്കെ സന്ദർശിക്കാനും ചന്ദന മരമൊക്കെ കാണുവാനും കാന്തല്ലൂരൊക്കെ സന്ദർശിക്കുവാനും അവിടെ നമുക്ക് ഇതേപോലെ ഓഫ് റോഡ് സഞ്ചരിക്കുവാനുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുവാനും അത് കാണുവാനുള്ള സൗകര്യമൊക്കെ ഈ മറയൂർ കാന്തല്ലൂർ റൂട്ടുണ്ട്. പിന്നീടുള്ളത് ആനച്ചാൽ റൂട്ടിലാണ്. നമുക്ക് മെയിനായിട്ടുള്ളത് വണ്ടർ വാലി, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, പിന്നെ ഫ്ലോറ ആൻഡ് ഫോന എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അതോടൊപ്പം തന്നെ ഹൈഡൽ പാർക്കുണ്ട്. അതെല്ലാം ഈ പറയുന്ന ആനച്ചാൽ റൂട്ടിലാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു സെൻറ്ററിലാണ് നമ്മുടെ ഈ പ്രസ്ഥാനം. ഇവിടെ വന്നാൽ ഏത് റൂട്ടിലും നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു സംവിധാനത്തിലാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് ലഭ്യമാക്കിയത്. ഇവിടെ ബസ്സിന് വരുന്ന ഒരാൾക്ക് ട്രാവലിംഗ് ഫെസിലിറ്റി അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ബസ്സിന് വരുവാണെങ്കിൽ ഈ സെൻറ്ററിലേക്ക് വരാൻ ഏകദേശം 1.5 കിലോമീറ്ററാണ് മൂന്നാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളത്. ബസ് സ്റ്റേഷനുണ്ട്. അവിടുന്ന് വരുവാണെങ്കിലും ഓട്ടോ വിളിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ടാക്സികളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം ഗവൺമെൻറ്റിന് തന്നെ ബസ്സുകൾ, വിനോദയാത്രയ്ക്കുള്ള ബസ്സുകൾ അത് നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റും. ഒത്തിരി ഈ കാലങ്ങളൊക്കെ ഒരുപാട് ബസ്സുകൾ ഇതേപോലെ വിനോദയാത്രയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ബസ്സുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഡബിൾ ഡെക്കർ ബസ്സിലൂടെ നമുക്ക് ഒരു ദിവസം 3 ബസ്സുകൾ ഈ ഞാൻ പറഞ്ഞ ദേവികുളം റൂട്ട് പൂപ്പാറ റൂട്ടിലേക്കുണ്ട്. ആനയിറങ്കൽ ഡാമിലേക്ക് പോകാനുള്ള റൂട്ടുണ്ട്. അവിടെ 3 ടൈമിൽ അത് നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ചാൽ അതിൻ്റെ ടൈമും കാര്യങ്ങളും ബുക്ക് ചെയ്യാനും ഓൺലൈൻ ബുക്ക് ചെയ്യാനൊക്കെയുള്ള അവസരമുണ്ട്. ആ രീതിയിലും ഇവിടെ എല്ലാവർക്കും ടാക്സി വരുന്നവർക്കോ അല്ലെങ്കിൽ സ്വന്തം കാറിൽ വരുന്നവർക്കോ അല്ലാതെ ബസ്സിന് വരുന്നവർക്കോ എല്ലാം ഈ സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. സുവിശേഷം അത് വിവിധ മാനങ്ങളിൽ കൂടെ നമ്മുടെ മുമ്പിൽ പ്രസരിക്കപ്പെടുമ്പോൾ ഒരു ടൂറിസം സ്പോട്ടും അനുഗ്രഹത്തിൻ്റെ ഒരു കേന്ദ്രമായി, ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ളത് വളരെ കൃതാർത്ഥതയോടെ ഓർക്കുകയും പ്രിയപ്പെട്ട അച്ഛൻ്റെയും മാർത്തോമാ സമുദായത്തിൻ്റെയും എല്ലാ നന്മറിഞ്ഞ പ്രവൃത്തികൾക്കും ഭാവുകങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്ന ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.